ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അതീവ സുരക്ഷ ഒരുക്കുന്നതിനോട് താൽപര്യമില്ലെന്ന് ഗവർണർ. ബാരിക്കേഡുകൾ തീർത്ത് സഞ്ചാരപഥം ഒരുക്കാമെന്ന പോലീസിന്റെ നിർദ്ദേശം ഗവർണർ തള്ളി. ഗവർണർ സഞ്ചരിക്കുന്ന പാതയിലേക്ക് ഇടറോഡുകളിൽ നിന്നും ആളുകളും വാഹനങ്ങളും കടക്കാതിരിക്കാൻ താൽക്കാലിക ഇരുമ്പ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയും. ഗവർണർ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡുകളിലെ പാർക്കിംഗ് നിരോധിക്കും. ട്രാഫിക് കോണുകളും ചങ്ങലകളും ഉപയോഗിച്ച് വാഹനങ്ങളെ വഴിതിരിച്ചുവിടും തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്ഭവനിൽ നൽകിയത്. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗത സുരക്ഷ വേണ്ടെന്ന നിലപാടിലാണ് ഗവർണറും രാജ്ഭവനും. ഇസഡ് കാറ്റഗറി സുരക്ഷയാണ് ഗവർണർക്കായി ഒരുക്കുന്നത്. തുടർന്നും അത് മതിയാകുമെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് സംബന്ധിച്ച റിപ്പോർട്ടിൽ മനഃപൂർവ്വമല്ലാത്ത വീഴ്ച സംഭവിച്ചുവെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പ്രത്യേക സുരക്ഷ ഒരുക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. രാജ്ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേരാനാണ് DGPയുടെ നിർദ്ദേശം. അതേസമയം ഗവർണറുടെ വാഹനത്തിന് കേടുപാട് വരുത്തിയ SFI പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നുവെന്നാണ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.